വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ AC അനാലിസിസ് എങ്ങനെയാണെന്നാണ്. In previous lecture, DC analysis has been done to obtain the operating point of two transistors. Here, in order to find the voltage gain and input resistance of differential amplifier, the AC equivalent circuit is drawn using R parameters. The DC voltages are reduced to 0 and AC equivalent of C configuration is used here. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സെപ്പറേറ്റ് ഇൻപുട്ട് സിഗ്നൽസ് ആർ അപ്ലൈഡ് അറ്റ് VI1 ആൻഡ് VI2 വിത്ത് സെപ്പറേറ്റ് ഔട്ട്പുട്ട്സ് റിസൾട്ടിങ് VO1 ആൻഡ് VO2. To carry out AC analysis, each transistor is replaced by its AC equivalent. അപ്പോൾ നമ്മളിവിടെ ആദ്യം സിംഗിൾ എൻഡഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒരു VI1 മാത്രമേ ഇൻപുട്ട് എടുക്കുന്നുള്ളൂ, VI2 ഗ്രൗണ്ടഡ് ടു 0 ആൻഡ് VO1 മാത്രമേ എടുക്കുന്നുള്ളൂ, VO2 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. There are 3 models commonly used in the small signal AC analysis of transistor network. One is RE model, the hybrid pi model and hybrid equivalent model. അപ്പോൾ ഈ ഒരു AC equivalent, ഒരു ട്രാൻസിസ്റ്ററിൻ്റെ AC equivalent സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 4 സ്റ്റെപ്സ് ആണുള്ളത്. Setting all DC sources to 0 and replacing them by short circuit equivalent. Second step, replacing all capacitors by a short circuit equivalent. Third step, removing all elements bypassed by the short circuit equivalents introduced by step 1 and 2. Then finally, redrawing the network in more convenient and logical form. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള ട്രാൻസിസ്റ്റർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ AC ഇക്വലൻ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് സൈഡ്, ഇൻപുട്ട് ഭാഗത്ത് നിങ്ങൾക്ക് ഇത് ട്രാൻസിസ്റ്റർ മാത്രമേ ഉള്ളൂ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് കറണ്ട് IB എന്ന് കൊടുത്തു, ഇൻപുട്ടിലേക്ക് കൊടുക്കാനുള്ള AC സിഗ്നലിൻ്റെ വോൾട്ടേജ് VI എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനിടയ്ക്ക് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബേസ് എമിറ്റർ ജംഗ്ഷനിൽ അനുഭവപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VBE എന്ന് മാർക്ക് ചെയ്തു. എമിറ്ററിലേക്ക് പാസ് ചെയ്യുന്ന കറണ്ട് IE എന്നും കൊടുത്തു. എന്നിട്ട് ഞാൻ ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇൻപുട്ട് ഇംപെഡൻസ് ZI എന്ന് പറയുന്നത് VI/IB ആണ്, which is equal to VI is nothing but VBE. So we can rearrange ZI as VBE/IB. ഇനി VBE എന്താണ്? VBE നമുക്ക് എമിറ്ററിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ, എമിറ്റർ കറണ്ടിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ IERE ആണ് VBE, which is equal to IC plus IB into RE. വീണ്ടും നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസിൻ്റെ റിലേഷൻ നമുക്ക് β+1 ടൈം RE എന്ന് കിട്ടും. β+1 ടൈം RE അപ്രോക്സിമേറ്റ് ചെയ്താൽ βRE എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട്, ബേസിലേക്ക് വരുന്ന കറണ്ട് IB അങ്ങനെ തന്നെ എടുത്തു, അതുപോലെ കളക്ടറിൽ നിന്നുള്ള കറണ്ട് IC അതും അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സായിട്ട്, കളക്ടർ ടു ഗ്രൗണ്ട് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സായിട്ടാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് ഒരു β IB എന്ന കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കറണ്ട് സോഴ്സ് മാർക്ക് ചെയ്തു. ഇൻപുട്ടിലാണെങ്കിൽ റെസിസ്റ്റൻസ് ആണുള്ളത്, അതിൻ്റെ വാല്യൂ β RE ആണ്. ഓക്കെ, the equivalent circuit for common emitter configuration will be constructed using the device characteristics and the number of approximations. Starting with the input side, we find the applied voltage VI is equal to voltage VBE with the input current being base current IB. If we redraw the collector characteristics to have a constant beta as shown in the figure, the entire characteristics at the output section will be replaced by a current source whose magnitude is beta times the base current. ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ആംപ്ലിഫയർ ആയിട്ട് മാറ്റുമ്പോൾ, ഈ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് മാറ്റുമ്പോൾ അതിൻ്റെ എമിറ്ററിലും കളക്ടറിലും ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ പവർ സപ്ലൈ ആയിട്ട് +VCCയും -VEയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ AC ഈക്വലൻറ്റ് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് DC സോഴ്സസ് ഗ്രൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ VCCയും VEയും ഗ്രൗണ്ട് ചെയ്തു. അപ്പോൾ പിന്നെയുള്ളത് RC ആൻഡ് RE ഗ്രൗണ്ടഡ് ടു 0, ദെൻ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ടിൽ നിന്ന് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് മാറ്റി പിരിച്ചു.
അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷനാണ് നേരത്തെ കണ്ടത്. ഇനി കംപ്ലീറ്റ് പോർഷനും ഇവിടെ നിങ്ങൾക്ക് കാണാം. VCC VAയും ഗ്രൗണ്ട് ചെയ്തു. പിന്നെയുള്ളത് ട്രാൻസിസ്റ്റർ Q1 ഉം Q2 ആണ്. അതിൻ്റെ 2 ഇൻപുട്ടിലേക്ക് VI1ഉം VI2ഉം കൊടുത്തിട്ടുണ്ട്. അതിൽ VI2 0യിലേക്ക് ഗ്രൗണ്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഔട്ട്പുട്ടും കാണാവുന്നതാണ്. ഇത് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ 1ഉം 2ഉം ഐഡൻറ്റിക്കൽ ആയിരിക്കണം ഇൻ ഓൾ റെസ്പെക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഈ തിയറി നമ്മൾ എഴുതുന്നതൊക്കെ വർക്ക് ചെയ്യുള്ളൂ, ശരിയായി വരുള്ളൂ. അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്റേഴ്സ് രണ്ടും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്ന കറണ്ട് IB1 IB2 IB എന്ന് നൊട്ടേഷൻ കൊടുക്കാം. RI1 RI2ഉം ബീറ്റ RE എന്ന നൊട്ടേഷനും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഞാനൊരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലൂപ്പ് ഒന്ന് മാറ്റി വരയ്ക്കാം. VI1 IB, കറണ്ട് IB ഉണ്ട്, IB × RI1. പിന്നെ ഉള്ളത് എമിറ്റർ റെസിസ്റ്റൻസ് കോമൺ ആയിട്ടാണുള്ളത്, അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചു. അതേപോലെ VI2 എന്ന് പറയുന്നത് ഗ്രൗണ്ട് ടു 0 ആണ്. അപ്പം അവിടുത്തെ IB2 കാരണം ഉണ്ടാകുന്ന നമുക്ക് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തെഴുതാം. എമിറ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ ഹൈ ആയതുകൊണ്ട് ഞാനിവിടെ ഇൻഫിനിറ്റി എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ REയുടെ വാല്യൂ വളരെ ഹൈ ആണെങ്കിൽ എന്താണ്, സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് കുറവുള്ള സ്ഥലത്തൂടെ ആയിരിക്കും കറണ്ട് പോവുക. നമുക്ക് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ VI1 IBRI + IBRI എന്നാണ് കിട്ടുക. ഈ ഒരു ഇൻപുട്ടിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ബേസ് കറണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇക്വേഷൻസ് ബീറ്റ എല്ലാം ഉപയോഗിച്ച് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് Vout എന്ന് പറയുന്നത് RC/2RE VI ടൈംസ്, അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ RC/2RE എന്നതിൽ ക്യാപിറ്റൽ RC കളക്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്ററാണ്. RE എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഗെയിൻ്റെ ഇക്വേഷൻ പൊതുവെ സിംഗിൾ എൻഡഡ് ഇൻപുട്ട് സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ടിൻ്റെ ഗെയിൻ ഇക്വേഷൻ ആണെന്നാണ് പറയുക. കാരണം ഇത് നമുക്ക് സിംഗിൾ ചേഞ്ച് ഫ്രം 1 ഇൻപുട്ട് ടു 1 ഔട്ട്പുട്ട് ആണ് തരിക. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് സെക്കൻഡ് ട്രാൻസിസ്റ്ററിൽ നിന്നാണെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നൽ വിൽ ബി ഇൻ ഫേസ് if we are examining the opposite transistor and out of phase if we are looking at the input transistor. Because the circuit is symmetrical, we will get similar results when we examine the second input. The voltage between the two collectors is 180 degrees apart. ഇനി നമ്മൾ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് രണ്ട് കളക്ടറിനും എക്രോസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഒരു കളക്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എടുക്കുന്നതിന് പകരം രണ്ട് കളക്ടറിനും അക്രോസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ വി വുഡ് സീ ആൻ എഫക്റ്റീവ് ഡബ്ലിംഗ് ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ. അതായത് ദ സിംഗിൾ എൻഡഡ് ഇൻപുട്ട് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ഗെയിൻ ഈസ് AV = RC/RE. By convention, in-phase signals are known as common mode signals. An ideal differential amplifier will perfectly suppress these common mode signals, and thus its common mode gain is said to be 0. In real world, the differential amplifier will never exhibit perfect common mode rejection. The common mode gain may be made very small, but it is never 0. അപ്പോൾ അങ്ങനെ 0 ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് സർക്യൂട്ടിൻ്റെ ഭാഗങ്ങളും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആയിരിക്കണം. ആൻഡ് ഓൾ സർക്യൂട്ട് എലമെൻറ്റ്സ് മസ്റ്റ് ബി ഐഡിയൽ. ദിസ് ഈസ് ഇമ്പോസിബിൾ. കാരണം എറേഴ്സ് എങ്ങനെ വേണമെങ്കിലും വരാം, ഈ ഓരോ സോഴ്സിൽ നിന്ന് എറേഴ്സ് വരാം. അപ്പോൾ ദി മോസ്റ്റ് ഓബ്വിയസ് എറർ സോഴ്സസ് ആർ റെസിസ്റ്റർ ടോളറൻസ് വേരിയേഷൻ ആൻഡ് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ സ്പ്രെഡ്സ്. ദി ബേസിക് ഡിസൈൻ ഓഫ് ദ സർക്യൂട്ട് വിൽ ഓൾസോ എഫക്ട് ദ കോമൺ മോഡ് ഗെയിൻ. With some circuit rearrangements, it is possible to determine a common mode gain for the circuits we have been using. ഇവിടെ ഞാൻ ഒരു കോമൺ മോഡ് ഓപ്പറേഷൻ്റെ സർക്യൂട്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ഈക്വലൻറ്റ് സർക്യൂട്ടും നമുക്ക് കാണാം. സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കുള്ള കണക്ഷൻ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കുള്ള കണക്ഷന് കോമൺ ആയിട്ട് കൊടുത്തിട്ട് ഒരേ ഇൻപുട്ട് സോഴ്സ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ എൻഡഡിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണ്. അതിൽ കിർച്ചോഫ് ലോ ഉപയോഗിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് VI = IBRI + 2 times ബീറ്റ + 1 time IBRE എന്ന് എഴുതാവുന്നതാണ്. എങ്ങനെയാണ് 2 times ബീറ്റ + 1 വന്നത്? നമുക്ക് IC എന്ന് പറയുന്നത് ബീറ്റ IB ആണ്. അപ്പോൾ ഈ രണ്ട് IBയുടെ വാല്യൂസും
അത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ IB പ്ലസ് ബീറ്റ IB എന്നാണ് കറണ്ടിൻ്റെ വാല്യൂ കിട്ടുക. അത് എമിറ്ററിലേക്ക് പോകുന്ന സമയത്ത് എമിറ്റർ റെസിസ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ വാല്യൂവും ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ വാല്യൂവും രണ്ടും കൂടെ സം ചെയ്ത് പോകുന്നു. 2 ടൈംസ് ബീറ്റ പ്ലസ് 1 IB RE എന്ന ആ വോൾട്ടേജിൻ്റെ ടേം എഴുതാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ IBയുടെ വാല്യൂ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തു, അതിൽ നിന്ന് IC കണ്ടുപിടിച്ചു. IC കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ Vout ഈക്വൽ ടു IC RC എന്ന് എഴുതാം. അപ്പോൾ ഈ Vout നമുക്ക് കിട്ടുന്നത് ഇൻ ടേംസ് ഓഫ് Vin ആണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ടേമിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിൻ കാണാം. വിച്ച് ഗെയിൻ ഈക്വൽ ടു ബീറ്റ RC ബൈ RI പ്ലസ് 2 ബീറ്റ പ്ലസ് 1 ടൈം RE എന്ന് കിട്ടും. കോമൺ മോഡ് ഗെയിന് നമ്മൾ ഇക്വേഷനെ വീണ്ടും റിഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എമിറ്റർ റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ് എന്തിനെ അപേക്ഷിച്ച്, REയെ അപേക്ഷിച്ച്. RE എങ്ങനെയാണ് കിട്ടിയത്? RI എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് RE ആണ്. അപ്പോൾ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബീറ്റ വാല്യൂസ് എല്ലാം ക്യാൻസലായി പോകും. അപ്പോൾ റിമൈനിങ് ടേം RC ബൈ RE പ്ലസ് 2 RE ആണ്. ഇതിൽ സ്മോൾ ലെറ്റർ REയും ക്യാപിറ്റൽ ലെറ്റർ REയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എമിറ്റർ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ RE വളരെ ഹൈ ആയതുകൊണ്ട് നമുക്ക് സ്മോൾ ലെറ്റർ REയെ നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ AC കോമൺ മോഡ് ഗെയിൻ ഈക്വൽ ടു RC ബൈ 2 ടൈംസ് RE എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ട് ഇൻപുട്ടിലേക്കും സിഗ്നൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ ഡബിൾ എൻഡഡ് മോഡ് ഓപ്പറേഷൻ എന്ന് വിളിക്കാം. ഇവിടെ AC ഇക്വലന്റ് സോൾവ് ചെയ്യാം. അതിന് രണ്ട് ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണ്. ഒന്ന് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ത്രൂ എമിറ്റർ ഉള്ള ഒരു ലൂപ്പ്, സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റേത് അനദർ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ AC ഇക്വലന്റിനുള്ള ഇക്വേഷൻ എഴുതാം നമുക്ക്. VI1 ഈക്വൽ ടു RI1 IB1 പ്ലസ് RE ഇൻറ്റു IE1 പ്ലസ് IE2. Similarly, for second loop, we can write VI2 which is equal to RI1 IB2 plus RE into IE1 plus IE2. അപ്പോൾ ഈ രണ്ട് ടേംസും VI1ൻ്റെയും VI2ൻ്റെയും ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിഫറൻഷ്യൽ ഇൻപുട്ട് കാണാം, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ടിൻ്റെയും ഇക്വേഷൻ കാണാം. നമുക്ക് ഡിഫറൻഷ്യൽ ഇൻപുട്ടും ഡിഫറൻഷ്യൽ ഔട്ട്പുട്ടിൻ്റെയും റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഗെയിൻ കാണാനായിട്ട് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ബൈ ഡിഫറൻഷ്യൽ ഇൻപുട്ട് എന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ RC ബൈ RE എന്ന ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യുന്നതാണ്, വിച്ച് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഗെയിൻ. ഇഫ് ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ബിറ്റ്വീൻ ദ കളക്ടീവ് ടെർമിനൽസ്, ദ ഡിഫറൻഷ്യൽ ഗെയിൻ or the differential of double-ended output of the amplifier will be equal to RC by RE. If the output is taken between either collector terminal and ground, the differential gain, that is single-ended output of the amplifier, will be equal to half of the gain calculated for the double-ended output, that is RC by 2 RE. ഈ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷനിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സിംഗിൾ എൻഡഡ് മോഡ് ഓപ്പറേഷനിൽ ഗെയിൻ എന്ന് പറയുന്നത് കളക്ടർ റെസിസ്റ്റൻസ് ബൈ 2 ടൈംസ് സ്മോൾ ലെറ്റർ RE ആണ്. അതുപോലെ കോമൺ മോഡ് ഓപ്പറേഷൻ ആണ് എങ്കിൽ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് കളക്ടർ റെസിസ്റ്റൻസ് ബൈ 2 ടൈംസ് എമിറ്റർ റെസിസ്റ്റൻസ് RE ആണ്. ഇൻ ഡബിൾ എൻഡഡ് മോഡ് ഓപ്പറേഷനിലാണ് എങ്കിൽ കളക്ടർ റെസിസ്റ്റൻസ് ബൈ RE എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, താങ്ക് യു.